എന്തെല്ലാം പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു? ഏതെല്ലാം തരത്തിലുള്ളത്? ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ. ഞാനതിൻ്റെ മറ്റ് വിവരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ആ പാർട്ടിയെ നോക്കിയാണ് നിങ്ങൾ RSSുമായി ബന്ധമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നത്. ഇവിടെ RSS ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ? ചോദ്യം ചോദിച്ച മലയാള മനോരമക്കറിയില്ലേ? RSS ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര്? മറന്നുപോയോ? വലിയ അഭിമാന പുരസ്സരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത്? RSS ശാഖക്ക് കാവൽ നിൽക്കുന്ന RSSകാരനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ. എന്തേ സൗകര്യപൂർവം അത് മറക്കുന്നത്? RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ? ആര്? മലയാള മനോരമ എടുത്തു നോക്കണം. KPCCയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. ഞങ്ങളാരെങ്കിലും കെട്ടിച്ചമച്ച് പറയുന്നതാണോ? പരസ്യമായി പറഞ്ഞതല്ലേ? എടക്കാട്, തോട്ടട, കിഴുന്ന മേഖലയിൽ RSS ശാഖ തകർക്കാൻ CPMകാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖക്ക് കാവൽ നിന്നുവെന്നുമല്ലേ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്? ആർക്കാണ് RSS ബന്ധം? മലയാള മനോരമക്ക് മറവി വന്നോ? അല്ല, കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. തലശ്ശേരി കലാപം. ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിനു വേണ്ടി, അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി.